ഹലോ ഗായ്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് പാത്രം കഴുകലിൽ നിന്നാണ് ഫസ്റ്റ് തുടങ്ങുന്നത്. കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകിയെടുത്തതിന് ശേഷം പിന്നെ ബാക്കിയുള്ള പരിപാടിക്ക് നിന്ന്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മോനക്ക് ചായ വേണമെന്ന് പറഞ്ഞിട്ട് അവനക്ക് ചായ വെച്ചതായിരുന്നു. അവനക്ക് നോമ്പുണ്ടായിരുന്നില്ല. അപ്പോൾ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ചതക്കാൻ വേണ്ടി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ തൊലി കളഞ്ഞ് വെച്ച് അതൊക്കെ ചതക്കിയിട്ട് അവിടെ വെച്ച് പിന്നെ പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിലേക്ക് മൈദയും ആട്ടപ്പൊടിയും കൂടെയാണ് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നത്. അതിലേക്ക് കുറച്ച് മൈദ എടുത്ത് ആദ്യം, പിന്നെ മൈദനെക്കാട്ടും കുറച്ച് കൂടുതൽ ആട്ടപ്പൊടിയാണ് ഇട്ടെടുത്തുള്ളത്. അപ്പോഴേ നല്ലൊരു ഇത് കിട്ടുള്ളൂ. സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മൈദ കൂട്ടുന്നത്, എന്നാലും കുഴപ്പമില്ല. അപ്പം അങ്ങനെ ഇതൊക്കെ കൂട്ടി നല്ല മിക്സ് ചെയ്ത് ആദ്യം രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഗ്യാസിൽ. അതൊക്കെ ചൂടായി വന്ന് എന്നിട്ട് പിന്നെ ഇതൊക്കെ കുഴക്കാൻ നിന്നിട്ട് നല്ല നേരം വൈകിയിട്ടുണ്ടായിരുന്നു അടുക്കളയിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ കറിക്കാക്കാന്ന് പറഞ്ഞ് അപ്പോൾ കടി ഞാനുണ്ടാക്കാൻ നിന്ന്. അപ്പോൾ ഇത് താത്തകൾക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കടി. അപ്പോൾ താത്ത നല്ല കടി ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ താത്താർക്കും വേണം. അപ്പോൾ രണ്ടു കൂട്ടർക്കും കൂടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഒക്കെ കുഴക്കൽ കഴിഞ്ഞ് മോള് പരത്തി തരാമെന്ന് പറഞ്ഞ് പിന്നെ അവളെ കണ്ടില്ല. അപ്പം ഞാൻ തന്നെ കുറച്ച് പരത്തി വെച്ചിട്ട് പിന്നെ ചൂടാൻ നിന്ന്. പിന്നെ അത് കഴിയുമ്പോഴത്തേനും പിന്നെ അടുത്ത് പരത്തി അങ്ങനെയിട്ട് ചുട്ടെടുത്ത്. അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചട്ടി ചൂടായതിന് ശേഷം എണ്ണ ഒക്കെ ഒഴിച്ചു കൊടുത്ത് അപ്പോഴേക്കും കുറച്ച് പരത്തിയെടുക്കാൻ വിചാരിച്ചിട്ട് കുറച്ച് പരത്തിയിട്ട് കുറേ പരത്തുമ്പോൾ പിന്നെ ഒട്ടിപ്പിടിക്കും. ഇതിൽ തന്നെ കുറേ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ അതെടുത്ത് വേറെ ബോളാക്കിയിട്ട് പരത്തുക ചെയ്തത്. അപ്പോൾ അങ്ങനെയൊക്കെ ചുട്ടെടുത്ത് നല്ല പൊന്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിലപ്പോൾ പൊന്തി വരാറില്ല. അത് കുഴക്കണ സോഫ്റ്റ് ആവാൻ വേണ്ട തോന്നുന്നു. ഇന്നലത്തെ നല്ല പൊന്തി വന്നു. അപ്പോൾ അതൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് വേവിച്ചെടുത്ത്. അപ്പോൾ അപ്പുറത്ത് ഉള്ളി സബോളൊക്കെ തൊലി കളഞ്ഞിട്ടുണ്ട്, അരിഞ്ഞ് കറിക്കുള്ളതൊക്കെ ആക്കി. അപ്പോൾ അവരെന്നെയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് കറി വെച്ചുതരാമെന്ന് പറഞ്ഞിട്ട് വരയ്ക്കുന്നു. അപ്പം അപ്പുറത്തെ വീട്ടിലത്തെ കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളായിട്ട് കഥ പറയുന്നുണ്ട്. അപ്പോഴേക്കും കടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കറി ഒരു വിസിലടിച്ചപ്പോൾ പിന്നെ ഓഫാക്കിയിട്ട് പിന്നെ ഏറി കിടന്ന് വേവും വിചാരിച്ചിട്ട്. അപ്പത്തേനും പിന്നെ ഫ്രൂട്ട്സിൻ്റെ ഇതൊക്കെ മോള് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ഫ്രൂട്ട്സൊക്കെ കഴുകി മുറിക്കാൻ വേണ്ടിയിട്ടൊക്കെ നിന്ന്. 6:15 ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ സമയം കേട്ടോ. നല്ല നേരം വൈകിയിട്ടുണ്ടായിരുന്നു നല്ലോണം. അപ്പോൾ അവനാറ് ഞാൻ ഇതാക്കി കൊടുത്ത് മറ്റൊക്കെ അവൾ തന്നെ ശരിയാക്കി. പിന്നെ പഴം ജ്യൂസ് അടിക്കണം പറഞ്ഞിട്ട് നല്ല പഴുത്ത പഴം നല്ല കിട്ടി. അപ്പോൾ അത് വാങ്ങിക്കൊടുന്ന് പാലിൽ കട്ടപ്പാൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ജ്യൂസ് അടിച്ചിട്ട് ഹോർലിക്സ് മേലിടാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഹോർലിക്സ് വാങ്ങിച്ചിട്ടുണ്ട്, കടലയും വാങ്ങിച്ചിട്ടുണ്ട്. കടലൊക്കെ ഇട്ടടിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പം അതൊക്കെ അപ്പോഴത്തേനും മോള് സ്കൂളിൽ നിന്ന് വന്ന്, മൂത്ത മോൾ ട്യൂഷൻ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ബാക്കിയുള്ള അവളും ചെയ്ത്. അങ്ങനത്തെ പണിയൊക്കെ അവർക്ക് ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മറ്റുള്ള പണികൾക്കൊന്നും വലിയതില്ല. അപ്പോൾ അതൊക്കെ അടിച്ചെടുത്ത് 2 ട്രിപ്പായിട്ടൊക്കെ അടിച്ചെടുത്ത്. എന്നിട്ട് പിന്നെ അപ്പോഴത്തേനും ബാങ്ക് കൊടുക്കാനായപ്പോൾ മേശമ കൊണ്ടുവന്ന് വെച്ച്. നല്ല രസമുണ്ടായിരുന്നു പാലിൽ പഴം ജ്യൂസ് അടിച്ചിട്ട്.